സംസ്ഥാനത്ത് പാമ്പ് ഭീതി അകലുന്നില്ല. ഇന്ന് 8 പേർക്ക് പാമ്പ് കടിയേറ്റു. ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. വീടുകളിൽ ഉൾപ്പെടെ ജനവാസ മേഖലകളിൽ നിന്ന് ഇന്നും പാമ്പുകളെ കണ്ടെത്തി. ഇന്നലെ പാമ്പുകടിയേറ്റ കണ്ണൂർ പട്ടുവം സ്വദേശി നമ്രോൺ നാരായണി ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലപ്പുറം എടപ്പാളിൽ പാമ്പുകടിയേറ്റ് 21-കാരി ഷഹല കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പുകടിയേറ്റ 64-കാരൻ ഭുവനേന്ദ്രനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാർ പാമ്പുകടിയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാസർകോട് എളേരിത്തട്ടിൽ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ 4.5 വയസ്സുകാരി പരിയാരം മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിലാണ്. കോട്ടയം പാലായിൽ വീട്ടമ്മയ്ക്ക് പുല്ലുവെട്ടുന്നതിനിടെ പാമ്പ് കടിയേറ്റു. തോട്ടിൽ വീണ പന്തെടുക്കാനിറങ്ങിയപ്പോൾ നെടുമങ്ങാട് വട്ടപ്പാറയിൽ 15 വയസ്സുകാരനും പാമ്പ് കടിയേറ്റു. നിലമ്പൂർ കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ പാമ്പ് കടിയേറ്റ് 13-കാരൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് കുറ്റ്യാടിയിൽ വീടിനുള്ളിൽ നിന്ന് വെള്ളിക്കെട്ടിനത്തിലുള്ള 5 പാമ്പുകളെ പിടികൂടി. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പ് അംഗനവാടിക്ക് സമീപത്തു നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. കോന്നി ഇളകളൂർ സ്വദേശി നന്ദകുമാറിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ വീണ്ടും പെരുമ്പാമ്പിനെ കണ്ടെത്തി. കണ്ണൂർ തളാപ്പിൽ വീടിനകത്ത് മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. ആലപ്പുഴയിൽ ഇന്നലെ മാത്രം 7 പേർക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ട്. ആരുടെയും നില ഗുരുതരമല്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.